ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ട്രെയിനിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. പോലീസിന്റെ സംയോജിതമായ ഇടപെടലിൽ പ്രതി പിടിയിൽ. നീലേശ്വരം ബംഗളം സ്വദേശി PV രതീഷാണ് അറസ്റ്റിലായത്. പ്രതിശ്രുത വധുവിന് പിന്നാലെ വരനും ജീവനൊടുക്കിയ സംഭവം നാടിന് നൊമ്പരമായി. കാസർഗോഡ് സ്വദേശിനിയായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കർണാടകയിലെ ജീവനക്കാരിയും കണ്ണൂർ സ്വദേശിയായ യുവാവുമാണ് ജീവനൊടുക്കിയത്. തലപ്പാടിയിൽ മത്സ്യ മാർക്കറ്റിൽ വൻ കവർച്ച. ഫ്രീസറുകൾ തല്ലി തകർത്ത് 1,30,000 രൂപയുടെ മത്സ്യങ്ങളും 5,000 രൂപയും 4 കത്തികളും കവർന്നു. കാസർഗോഡ് നെല്ലിക്കുന്നിൽ സ്കൂൾ ബസ് കുഴിയിലേക്ക് മറിഞ്ഞ് ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ബസ്സിലുണ്ടായിരുന്ന കുട്ടികൾക്ക് ആർക്കും പരിക്കില്ല. വൊർക്കാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വൊർക്കാടി പാവൂർ പൊയ്യ പ്രദേശത്ത് കാട്ടുപന്നികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഈ പ്രദേശത്ത് 10ഓളം കാട്ടുപന്നികളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം മുൻ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാനതല കബഡി മത്സരം 16-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ട്രെയിനിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. പോലീസിന്റെ സംയോജിതമായ ഇടപെടലിൽ പ്രതി പിടിയിൽ. നീലേശ്വരം ബംഗളം സ്വദേശി PV രതീഷാണ് അറസ്റ്റിലായത്. ട്രെയിനിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഭീഷണി സന്ദേശം പോലീസിനെയും യാത്രക്കാരെയും ഒരുപോലെ പരിഭ്രാന്തിയിലാഴ്ത്തി. രാത്രിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നായിരുന്നു ഭീഷണി സന്ദേശം. ഇതേ തുടർന്ന് ബോംബ് സ്ക്വാഡും പോലീസ് നായയും ട്രെയിനുകളിൽ പരിശോധന നടത്തി. ഹോസ്ദുർഗ്, കാസർഗോഡ് പോലീസ് സ്റ്റേഷനുകളിലേക്കും കാസർഗോഡ് റെയിൽവേ പോലീസിലേക്കും ഇന്നലെ രാത്രി 112 നമ്പറിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. തുടർന്ന് ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് പ്രതി കാഞ്ഞങ്ങാട്ടുള്ളതായി വ്യക്തമായി. പിന്നാലെ ലൊക്കേഷൻ മാവുങ്കാലിൽ കാണിച്ചു. മാവുങ്കാലിൽ നിന്നും കാഞ്ഞങ്ങാട് DYSP അനിൽകുമാർ, CI ദിനേശ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. നീലേശ്വരം ബംഗളം സ്വദേശി PV രതീഷാണ് പിടിയിലായത്. പ്രതിക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട മലബാർ എക്സ്പ്രസ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സമയത്ത് CRPFും RPFും സംയുക്തമായി ട്രെയിൻ വിശദമായി പരിശോധിച്ചു. പരിശോധനയിൽ ബോംബോ മറ്റ് സംശയാസ്പദമായ വസ്തുക്കളോ കണ്ടെത്തിയില്ല. കണ്ണൂർ ഭാഗത്തുനിന്ന് മംഗളൂരു വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ സമയം ട്രെയിൻ വിശദമായി പരിശോധിച്ചു. ജാർഖണ്ഡ് സ്വദേശികളായ 2 സ്ത്രീകൾ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ചോദിച്ചെന്നും സ്ത്രീകളുടെ കൈവശം ബോംബുള്ളതായി കരുതി പോലീസിനെ വിളിച്ചതാണെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പ്രതി മനഃപൂർവ്വം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ബോംബ് ഭീഷണി സന്ദേശം നൽകിയതെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രതിശ്രുത വധുവിന് പിന്നാലെ വരനും ജീവനൊടുക്കിയ സംഭവം നാടിന് നൊമ്പരമായി. കാസർഗോഡ് സ്വദേശിനിയായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കർണാടകയിലെ ജീവനക്കാരിയും കണ്ണൂർ സ്വദേശിയായ യുവാവുമാണ് ജീവനൊടുക്കിയത്. ഇരുവരുടെയും വിവാഹം ഡിസംബർ 26-ന് നിശ്ചയിച്ചിരുന്നു. ജീവനൊടുക്കുന്നതിലേക്കുള്ള കാരണങ്ങൾ വ്യക്തമായിട്ടില്ല. പ്രതിശ്രുത വധുവിന് പിന്നാലെ വരനും ജീവനൊടുക്കിയ സംഭവം നാടിന് നൊമ്പരമായി. പൂച്ചക്കാട് കാട്ടാമ്പള്ളി സ്വദേശിനി വധു അനുശ്രീയാണ് കർണാടകയിലെ ഹുൻസൂരിൽ ജീവനൊടുക്കിയത്. ഇതിനു പിന്നാലെയാണ് പ്രതിശ്രുത വരൻ കണ്ണൂർ അമ്പലത്തട്ട് സ്വദേശി അമലും ജീവനൊടുക്കിയത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കർണാടകയിലെ ഹുൻസൂർ ബ്രാഞ്ചിലെ ജീവനക്കാരിയായിരുന്നു. കർണാടകയിൽ താമസ സ്ഥലത്ത് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രതിശ്രുത വരൻ കണ്ണൂർ അമ്പലത്തട്ട് സ്വദേശി അമലും ജീവനൊടുക്കിയത്. അമൽ എറണാകുളത്ത് ബാങ്കിലെ ജീവനക്കാരനാണ്. രാവിലെ 9 മണിയോടെയാണ് നഗരത്തിലെ ലോഡ്ജിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. അമലിനെ വീഡിയോ കോൾ വിളിച്ചായിരുന്നു അനുശ്രീ ജീവനൊടുക്കിയത്. ഡിസംബർ 26-ന് ഇവരുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു. പൂച്ചക്കാട് കിഴക്കേക്കരയിലെ K ചന്ദ്രന്റെയും റീനയുടെയും മകളാണ് അനുശ്രീ. ജീവനൊടുക്കുന്നതിലേക്കുള്ള കാരണങ്ങൾ വ്യക്തമായിട്ടില്ല. 2 സംഭവങ്ങളിലും പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
തലപ്പാടിയിൽ മത്സ്യ മാർക്കറ്റിൽ വൻ കവർച്ച. ഫ്രീസറുകൾ തല്ലിത്തകർത്ത് 1,30,000 രൂപയുടെ മത്സ്യങ്ങളും 5,000 രൂപയും 4 കത്തികളും കവർന്നു. മഞ്ചേശ്വരം ഹൊസബെട്ടുവിലെ അബ്ദുൾ റഹ്മാനും മറ്റും 3 സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന സ്വകാര്യ മത്സ്യ മാർക്കറ്റിലാണ് കവർച്ച നടന്നത്. തലപ്പാടിയിൽ മത്സ്യ മാർക്കറ്റിലെ ഫ്രീസറുകൾ തല്ലിത്തകർത്ത് 1,30,000 രൂപയുടെ മത്സ്യങ്ങളും 5,000 രൂപയും 4 കത്തികളും കവർന്നു. മഞ്ചേശ്വരം ഹൊസബെട്ടുവിലെ അബ്ദുൾ റഹിമാനും മറ്റു 3 സുഹൃത്തുക്കളും ചേർന്ന് നടത്തുന്ന സ്വകാര്യ മത്സ്യ മാർക്കറ്റിലാണ് കവർച്ച നടന്നത്. കഴിഞ്ഞ ദിവസം കച്ചവടം കഴിഞ്ഞ് അബ്ദുൾ റഹിമാനും മറ്റുള്ളവരും പോയതായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെ മാർക്കറ്റിലെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിയുന്നത്. മഞ്ചേശ്വരം പോലീസ് എത്തി കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് 2 ഫ്രീസറുകൾ തല്ലിത്തകർത്ത് 5 ഫൈബർ പെട്ടികളിലായി സൂക്ഷിച്ച 1,30,000 രൂപയുടെ മീനുകളും 5,000 രൂപയും മീനുകൾ മുറിക്കുന്ന 4 കത്തികളും കവർന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ചാക്കുകളിലായി സ്കൂട്ടറിൽ മത്സ്യങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ കടയിലെ CCTV ദൃശ്യത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഇതിന്റെ ചുവട് പിടിച്ച് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് നെല്ലിക്കുന്നിൽ സ്കൂൾ ബസ് കുഴിയിലേക്ക് മറിഞ്ഞ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ബസ്സിലുണ്ടായിരുന്ന കുട്ടികൾക്ക് ആർക്കും പരിക്കില്ല. വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം. കാസർഗോഡ് നെല്ലിക്കുന്നിൽ സ്കൂൾ ബസ് കുഴിയിലേക്ക് മറിഞ്ഞു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ബസ്സിലുണ്ടായിരുന്ന കുട്ടികൾക്കാർക്കും പരിക്കില്ല. റോഡിലേക്ക് പടർന്നു കയറിയ കാട് ഒഴിവാക്കി പോകുന്നതിനിടെയാണ് സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ കുഴിയിലേക്ക് മറിഞ്ഞത്. നെല്ലിക്കുന്ന് ബങ്കരക്കുന്നിലാണ് അപകടമുണ്ടായത്. നെല്ലിക്കുന്ന് AUP സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂളിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന തങ്ങൾ ഉപ്പാപ്പ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ LKG UKG വിദ്യാർത്ഥികളും ബസ്സിലുണ്ടായിരുന്നു. ബസ്സിൽ നിറയെ കുട്ടികളുണ്ടായിരുന്നതായാണ് വിവരം. ബങ്കരക്കുന്നിലെ റോഡ് മാസങ്ങളായി കുണ്ടും കുഴിയും നിറഞ്ഞ നിലയിലാണ്. ഇതിനു പുറമെ റോഡിന്റെ വശങ്ങളിൽ കാട് വളർന്ന് റോഡിലേക്ക് പടർന്നു കയറിയ നിലയിലുമായിരുന്നു. ഇറക്കത്തിൽ കൂടി ബസ് പോകുന്നതിനിടെ റോഡിലേക്ക് വളർന്നു നിന്ന കാട് കുട്ടികളുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ ബസ് വെട്ടിക്കുന്നതിനിടെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടതെന്ന് ബസ് ഡ്രൈവർ അക്ബർ പറഞ്ഞു. ബസ് റോഡിന്റെ വശത്തേക്ക് നീങ്ങി കുഴിയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ബസ്സിലുണ്ടായിരുന്ന കുട്ടികൾ ഭയന്ന് നിലവിളിച്ചു. ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ രക്ഷാപ്രവർത്തനം നടത്തി കുട്ടികളെ ബസ്സിൽ നിന്ന് സുരക്ഷിതമായി പുറത്തെടുത്തു. വലിയ അപകടത്തിന് സാധ്യതയുണ്ടായിരുന്നുവെങ്കിലും കുട്ടികൾക്ക് പരിക്കേൽക്കാതിരുന്നത് ആശ്വാസമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വോർക്കാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വോർക്കാടി പാവൂർ പൊയ്യ പ്രദേശത്ത് കാട്ടുപന്നികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഈ പ്രദേശത്ത് 10ഓളം കാട്ടുപന്നികളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. പ്രദേശവാസികൾ ആശങ്കയിൽ. വോർക്കാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വോർക്കാടി പാവൂർ പൊയ്യ പ്രദേശത്ത് കാട്ടുപന്നികൾ ദുരൂഹ സാഹചര്യത്തിൽ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നത് പ്രദേശവാസികളിൽ ആശങ്ക പരത്തുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഈ പ്രദേശത്ത് 10ഓളം കാട്ടുപന്നികളാണ് ചത്ത നിലയിൽ കണ്ടത്. സാധാരണയായി ഇത്തരം സംഭവങ്ങൾ ജനവാസ മേഖലകളിൽ നിന്ന് അകലെയുള്ള കാടുകളിലാണ് നടക്കാറുള്ളത് എന്നതിനാൽ പുറത്തറിയാറില്ല. എന്നാൽ നിലവിൽ ജനവാസ മേഖലയോട് ചേർന്ന ഭാഗങ്ങളിൽ പന്നികൾ ചത്തുവീഴുന്നത് നാട്ടിൽ കടുത്ത ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇതേ പ്രദേശത്ത് ഇതിനകം തന്നെ H1N1 പടർന്നു പിടിക്കുന്നുണ്ടെന്നും രോഗബാധയെ തുടർന്ന് 2 പേർ മരണപ്പെട്ടിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ട്. ഈ ഗുരുതര സാഹചര്യത്തിനിടയിലാണ് കാട്ടുപന്നികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നത് ജനങ്ങളിൽ വലിയ തോതിലുള്ള ഭീതിയും ആശയക്കുഴപ്പവും സൃഷ്ടിച്ചിരിക്കുന്നത്. പന്നികളുടെ ഈ തുടർച്ചയായ മരണവും പ്രദേശത്ത് പടരുന്ന പന്നിപ്പനിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയത്തിലാണ് നാട്ടുകാർ. അടിയന്തര അന്വേഷണം വേണമെന്ന ആവശ്യം, മൃഗങ്ങളുടെ ഈ ദുരൂഹ മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനും രോഗവ്യാപനം തടയാനും ആരോഗ്യവകുപ്പും വനം വകുപ്പും ഉടൻ സ്ഥലത്തെത്തി പരിശോധന നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചത്ത പന്നികളുടെ സാമ്പിളുകൾ ശേഖരിച്ച് ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും രോഗപ്രതിരോധത്തിനായി അടിയന്തര മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഓർക്കാടി പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിൽ കാട്ടുപന്നികൾ ചത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 3-4 ദിവസങ്ങളായി 10-ൽ കൂടുതൽ കാട്ടുപന്നികളാണ് ഇവിടെ ചത്ത് കിടന്നു വീണത്. തോട്ടങ്ങളിൽ, റോഡരികളിൽ ഇങ്ങനെ കാട്ടുപന്നികൾ ചത്ത് കാണുന്ന ദൃശ്യങ്ങളാണ് നാട്ടുകാരുടെ ശ്രദ്ധപ്പെട്ടത്. ഇവിടെ കുറച്ച് ദിവസങ്ങളായി H1N1 കൂടുതൽ വ്യാപിക്കുന്നത് കൊണ്ട് ആൾക്കാരുടെ ജനങ്ങളുടെ ഇടയിൽ ഒരു ഭീതി സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ട് എന്ത് കാരണം കൊണ്ടാണ് ഈ കാട്ടുപന്നികൾ ചാവുന്നത് എന്ന് കുറിച്ചുള്ള ഒരു അന്വേഷണം ബന്ധപ്പെട്ട അധികൃതർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം മുൻ MLA M. രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ വെൽഫെയർ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ വെച്ചായിരുന്നു സമ്മേളനം നടന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 5000 രൂപയായി വീടുകളിൽ എത്തിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മുൻ MLA M. രാജഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റു മേഖലയിൽ ഒട്ടേറെ ഇടപെടലുകൾ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി വരും. എന്നിരുന്നാലും ആ ഒരു കാലയളവിൽ നടപ്പിലാക്കിയിട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ അത് നിങ്ങളുടെ സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നേതാക്കൾ തന്നെ അതിന്റെ അനുഭവ പശ്ചാത്തലത്തിൽ ഇവിടെ വിശദീകരിക്കുന്നതോടുകൂടെ അറിയിക്കാൻ കഴിയും. നമ്മുടെ ചില പൊതുപ്രശ്നങ്ങൾ പറയുന്നതിന് മുമ്പായി നമ്മുടെ സംഘടന ഇനിയും നമ്മുടെ ജില്ലയിലേറെ ശക്തിപ്പെടുത്തേക്കും. നമുക്കതിന് കഴിയും. വേദിയിലായാലും സദസ്സിലായാലും വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തനം നടത്തുന്നവരും പൊതു രാഷ്ട്രീയ പ്രവർത്തനത്തെ എല്ലാം നല്ല രീതിയിൽ പരിഗണിക്കപ്പെടുന്നവരുമാണ് ഈ വേദിയിലും സദസ്സിലുമായിട്ട് പ്രവർത്തകന്മാരും മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തന രീതി നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള സാധ്യതകൾ ഉണ്ട്. വേണു അച്ചേരി അധ്യക്ഷത വഹിച്ചു. ജയപാലൻ സ്വാഗതം പറഞ്ഞു. M. കൃഷ്ണൻ പതാക ഉയർത്തി. CV. സുരേഷ് പ്രവർത്തന റിപ്പോർട്ടും ഗിരീഷ് കീർത്തി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. VV. രമേശൻ, നിശാന്ത്, ജയകുമാർ, വിശാലാക്ഷി, രമ, അനിൽകുമാർ, പവിത്രൻ, അനന്തകൃഷ്ണൻ, T. കൃഷ്ണൻ, വേണു അച്ചേരി, രാജൻ, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech.
വത്സേട്ടാ, കുടികൂടിയതിന്റെ നന്ദി പറയാൻ ദൈവത്തിന്റെ അടുത്ത് വന്നതാണല്ലേ? ദൈവത്തിനോടുള്ള നന്ദി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരാളോട് കൂടി നന്ദി പറയാനുണ്ട്. ദേ വന്നല്ലോ. വീട് പണിയാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് കൃത്യസമയത്ത് കിട്ടിയതുകൊണ്ടാണ് എൻ്റെ വീട് പണി ഇത്രയും ഭംഗിയായും പെട്ടെന്നും തീർക്കാൻ പറ്റിയത്. ഇദ്ദേഹത്തോടും കൂടി നന്ദി പറയാൻ വേണ്ടിയാണ് ഭാര്യയും കൂട്ടി ഞാനിവിടെ വന്നത്. വിവിധതരം ഗുണമേന്മയുള്ള കമ്പനികളുടെ സിമെന്റ് DMP ട്രേഡേഴ്സ്, കോട്ടച്ചേരി, കുന്നമ്മൽ, നിയർ ദീപ ഹോസ്പിറ്റൽ പാർക്കിംഗ് ഗ്രൗണ്ട്. വാർത്തകൾ തുടരുന്നു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാനതല കബഡി മത്സരം 16-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാനതല കബഡി മത്സരം 16-ന് നെല്ലിത്തറ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദിരത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭാരതീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ് വിദ്യാഭാരതിയുടെ കേരള ഘടകമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഭാരതീയ വിദ്യാനികേതൻ. ദേശീയ തലത്തിൽ നമുക്ക് ഏകദേശം 25,000 വിദ്യാലയങ്ങളും സംസ്ഥാനത്തിൽ കേരള സംസ്ഥാനത്തിൽ 400ഓളം വിദ്യാലയങ്ങളുമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം. അതിനെ നമ്മുടെ സർക്കാർ മേഖലയിലുള്ളതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള കലാ കായിക വിനോദങ്ങളും ശാസ്ത്രീയ വിനോദങ്ങളും അതുപോലെ അക്കാദമിക് വിഷയങ്ങളും കൈകാര്യം ചെയ്യും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കായിക മേഖലയിൽ SGFAയുടെ അംഗീകാരത്തോടു കൂടിയാണ് കായിക മത്സരങ്ങൾ നടക്കുന്നത്. അപ്പം അതിൽ കബഡി മത്സരം, അതായത് ഈ ജില്ലാതലത്തിലുള്ള കബഡി മത്സരത്തിന് ശേഷം സംസ്ഥാന കബഡി മത്സരവും അതിനുശേഷം മേഖലാ തലത്തിൽ, അതായത് നമ്മുടെ സോണൽ മത്സരം കർണാടകം, കേരളം, പുതുച്ചേരി, തമിഴ്നാട് ഉൾപ്പെടുന്ന സോണൽ മത്സരവും അതിനുശേഷം ദേശീയ മത്സരവുമാണ് നടക്കുന്നത്. ഇപ്പോൾ ജില്ലാതല മത്സരങ്ങൾ നടന്നു കഴിഞ്ഞു. അതിനുശേഷം സംസ്ഥാന മത്സരത്തിന് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദിരം നെല്ലിത്തറ ആതിഥ്യം നൽകുകയാണ്. അതോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം വിളിച്ചു. ഭാരതീയ വിദ്യാനികേതന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിൽ നിന്നും ജില്ലാതലത്തിൽ യോഗ്യത നേടിയ 14 ജില്ലകളിലെ ടീമുകൾ മത്സരിക്കും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും UP, HS, HSS വിഭാഗത്തിലാണ് മത്സരം നടക്കുന്നത്. 400ഓളം കായിക താരങ്ങൾ പങ്കെടുക്കും. 3 കോർട്ടുകളിൽ ആയിട്ടാണ് മത്സരം നടക്കുന്നത്. കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ P. രഘുനാഥ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വിജയിക്കുന്ന ടീമുകൾ ഈ മാസം അവസാന വാരം കന്യാകുമാരിയിൽ വെച്ച് നടക്കുന്ന കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി, കർണാടക അടങ്ങിയ സോണൽ മത്സരത്തിൽ പങ്കെടുക്കും. മത്സരം ആരംഭിക്കുന്നു. ഉദ്ഘാടനം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ P. രഘുനാഥ് മത്സരം ഉദ്ഘാടനം നിർവഹിക്കും. 3 ക്വാർട്ടറുകളിലായിട്ടാണ് നമ്മൾ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഭാരതീയ വിദ്യാനികേതന്റെ സംസ്ഥാന തലത്തിലുള്ള മത്സരം പങ്കെടുക്കുമെന്ന് നടക്കുന്നത്. അത് നിങ്ങളുടെ സംസ്ഥാനത്തിലൊരു മത്സരമായതുകൊണ്ട് തന്നെ കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി ഗണേശൻ പുതിയകണ്ടം, ജില്ലാ പ്രസിഡന്റ് ശിവശങ്കരൻ, സംഘാടക സമിതി ചെയർമാൻ ബാബു കോട്ടപ്പാറ, കൺവീനർ ഗീത ബാബുരാജ്, വൈസ് ചെയർമാൻ അനന്തൻ പള്ളോട്ട് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി വിതരണം ചെയ്യുന്നത് നിർത്തലാക്കിയ നടപടി പിൻവലിക്കണമെന്ന ആവശ്യം. BKMU കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി വിതരണം ചെയ്യുന്നത് നിർത്തലാക്കിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BKMU കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിത്താരി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. രാവണേശ്വരം രാമഗിരി കേന്ദ്രമാക്കി ആരംഭിച്ച മാർച്ച് ചിത്താരി വില്ലേജ് ഓഫീസിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BKMU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ വിതരണം ആരംഭിക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ നേതാവ് ശ്രീമാൻ K. കരുണാകരൻ എന്ന് പറഞ്ഞത് കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കുന്നത് പ്രത്യുൽപാദനപരമല്ല,
അതുകൊണ്ട് നൽകരുത് എന്നുള്ള നെയ്യിലാണ് 980 പറഞ്ഞത്. 980 മുതൽ ഇത് 45 വർഷം കഴിഞ്ഞു കേരളത്തിൽ കർഷക തൊഴിലാളികൾക്ക് ഉൾപ്പെടെ പെൻഷൻ വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ 45 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും മാറി മാറി ഭരിച്ചു. 25 കൊല്ലക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും 20 വർഷക്കാലം ഐക്യജനാധിപത്യ മുന്നണിയുമാണ് കേരളം ഭരിച്ചത്. ഈ 25 വർഷക്കാലം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം തുടങ്ങിയ 45 റുപ്യ ഉൾപ്പെടെ 1900 രൂപയുടെ പെൻഷൻ വർധനവ് വരുത്തി. 20 വർഷക്കാലം ഭരിച്ച ഐക്യജനാധിപത്യ മുന്നണി വെറും 100 രൂപയുടെ വർധനവാണ് 20 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ നടത്തിയത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ക്ഷേമ പെൻഷനോട് സ്വീകരിക്കുന്ന സമീപനം എന്തെന്ന് കൃത്യമായി ബോധ്യം വരുന്നതാണ്. 25 കൊല്ലവും 20 കൊല്ലവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. എന്നാൽ 1900 രൂപയും 100 രൂപയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. 2000 രൂപയിലെത്തി നിൽക്കുന്ന ക്ഷേമ പെൻഷൻ 1900 രൂപയുടെ വർധനവ് വരുത്തിയതും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. ക്ഷേമ പെൻഷനുകൾ പ്രത്യുൽപാദനപരമല്ലെന്ന് പറഞ്ഞ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുൻ ഭരണകാലങ്ങളിൽ ക്ഷേമ പെൻഷനുകളിൽ കുടിശ്ശിക നിലനിന്നിരുന്നുവെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സഹകരണ ബാങ്കുകൾ വഴി ക്ഷേമ പെൻഷനുകൾ വീട്ടിലെത്തിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് കുടിശ്ശിക ഇല്ലാതായതെന്നും വീണ്ടും അതേ കാലത്തിലേക്ക് തിരിച്ചുപോകാനാണ് ഇന്നത്തെ UDF സർക്കാർ ശ്രമിക്കുന്നതെന്നും ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA പറഞ്ഞു. BKMU കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് N ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി M മുരളീധരൻ, കേരള മഹിളാ സംഘം കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി P മിനി എന്നിവർ സംസാരിച്ചു. BKMU കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി P രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വാഹനം ഓടിക്കുന്നവരുടെ കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ കാട് മൂടിക്കിടന്ന പാതയോരം മൗലാന അബ്ദുൽ കലാം ആസാദ് കലാകായിക വേദിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. ഉദനൂർ സെൻട്രൽ പരത്തിച്ചാൽ ചവേല കോവൽ പാതയോരമാണ് കാട് വെട്ടിത്തളിച്ച് ശുചീകരണം നടത്തിയത്. ഉദനൂർ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും പരത്തിച്ചാൽ റെയിൽവേ ലിങ്ക്, പേക്കടം, ചവേലേകോവൽ റോഡുകളുടെ ഇരുവശങ്ങളിലും കാടുമൂടിയ സ്ഥലങ്ങളിലാണ് ശുചീകരണം നടത്തിയത്. മൗലാന അബ്ദുൽ കലാം ആസാദ് കലാകായിക വേദി നേതൃത്വത്തിൽ ഭാരവാഹികളും പ്രവർത്തകരും ചേർന്നാണ് വള്ളിപ്പടർപ്പുകളും കുറ്റിച്ചെടികളും പുല്ലും വെട്ടിനീക്കി പാതയോരം വൃത്തിയാക്കിയത്. കാടുവെട്ടുയന്ത്രങ്ങൾ ഉപയോഗിച്ചും കലാകായിക വേദി പ്രവർത്തകർ നേരിട്ടും ശുചീകരിച്ചു. ശുചീകരണത്തിന് മൗലാന അബ്ദുൽ കലാം ആസാദ് കലാകായിക വേദി ചെയർമാൻ AG കമറുദ്ദീൻ, TC മുസമ്മിൽ, VTK ഷാനവാസ്, അൻസാർ റോക്സ്, TP കാസിം, MTP അബൂബക്കർ മൗലവി, KU റൊമോളൂസ്, ഉനൈസ് എന്നിവർ നേതൃത്വം നൽകി. റോഡ് സൈഡിലും കാടുകൾ വളർന്ന് വാഹനങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് ഇവിടെ പിന്നെ തൊട്ടടുത്തുള്ള ആൾക്കാർക്കും വാഹനം ഓടുന്നവർക്കും വലിയ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അതുപോലെ നമ്മൾ വർഷത്താൽ ഇങ്ങനെയെല്ലാം കാടുകൾ വളരുമ്പോൾ നമ്മൾ അബുൽ കലാം ആസാദ് കലാകായിക വേദിയുടെ നേതൃത്വത്തിൽ നമ്മളിങ്ങനെ ശുചീകരിക്കാറുണ്ട്. അതുപോലെ ഈ പ്രാവശ്യവും നമ്മൾ ശുചീകരിക്കുന്നു. 2 ആഴ്ച മുമ്പ് ഉദനൂർ സെൻട്രൽ, പരത്തിച്ചാൽ, പേക്കടം, ചവേലേകോവൽ റോഡുകളിലെ അപകട വളവുകളിൽ കോൺവെക്സ് മിററുകളും വിവിധ കേന്ദ്രങ്ങളിൽ തെരുവ് വിളക്കുകളും മൗലാന അബ്ദുൽ കലാം ആസാദ് കലാകായിക വേദിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രവാസത്തിന്റെ ഓർമ്മകളുമായി കാസർഗോഡൻ കൂട്ടായ്മ ക്യൂട്ടിക് സംഗമം പ്രൗഢമായി നടന്നു. പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് തിരികെ വരുന്നവരും ഇപ്പോഴും ഖത്തറിലുള്ളവരും ഒരേ വേദിയിൽ ഒത്തുകൂടിയപ്പോൾ പഴയ കാലത്തെ കഥകളും കൂട്ടായ്മയുടെ ഊഷ്മളതയും നിറഞ്ഞ സായാഹ്നമായി അത് മാറി. വിദേശത്തും നാട്ടിലും ഒരുപോലെ സ്നേഹത്തിന്റെ പാലം തീർത്ത ഖത്തറിലെ കാസർഗോഡൻ കൂട്ടായ്മ ക്യൂട്ടിക് 20ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മേൽപ്പറമ്പ് ന്യൂ ഗോൾഡൻ ബേക്കറി ഓഡിറ്റോറിയത്തിൽ ക്യൂട്ടിക് സംഗമം സംഘടിപ്പിച്ചു. പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് തിരികെ വന്നവരും ഇപ്പോഴും ഖത്തറിലുള്ളവരും ഒരേ വേദിയിൽ ഒത്തുകൂടിയപ്പോൾ പഴയ കാലത്തെ കഥകളും കൂട്ടായ്മയുടെ ഊഷ്മളതയും നിറഞ്ഞ സായാഹ്നമായി അത് മാറി. മാനേജിംഗ് ഡയറക്ടർ ലുക്മാനുൽ ഹക്കീമിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആദം കുഞ്ഞി സ്വാഗതം പറഞ്ഞു. മഹമ്മൂദ് PA, ബഷീർ ശ്രങ്ക്, സത്താർ മദീന, ഷംസുദ്ദീൻ കോളിയാട്, ഷാഫി മാടന്നൂർ, ഹാരിസ് ഏരിയാൽ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ബഷീർ KFC നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
പേഴ്സ് അഗ്രോടെക് കോർപ്പറേഷൻ ലിമിറ്റഡ് നിക്ഷേപകരോട് SCBIയും കേന്ദ്ര സർക്കാരും കാണിക്കുന്ന നിഷ്ക്രിയത്വത്തിനും നീതി നിഷേധത്തിനുമെതിരെ സ്വാതന്ത്ര്യദിനത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിക്കും. സമീപിച്ചിട്ടുണ്ട്. കോടതിയെ സമീപിച്ചപ്പോൾ കോടതി പറയുന്നത് ഇപ്പൊ ഇത് സെബി എല്ലാ മാസവും ഇതിന് റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇത്ര കൊടുത്തു, ഞങ്ങൾ ഇത്ര ലക്ഷം ആളുകൾക്ക് പൈസ കൊടുത്തു, ഇത്ര ലക്ഷം ആളുകൾക്ക് പൈസ. അതുകൊണ്ട് കോടതി അതിൽ എന്നാൽ മെല്ലെപ്പോക്ക് എന്നുള്ള കാര്യത്തിൽ കോടതിയും വിശദമായി വിമർശിച്ചിട്ടുണ്ട് സെബിയെ. അതുകൊണ്ടാണ് ഇപ്പൊ ലാൻഡ് വിൽപ്പന കുറച്ച് ത്വരിതഗതിയിൽ നടത്തുന്നത്. PSCL കമ്പനീസ് ആക്ട് പ്രകാരമാണ് ആദ്യം രജിസ്ട്രേഷനിലേക്ക്. ഇന്ത്യ ഒട്ടാകെയുള്ളതാണ്. രാജസ്ഥാനിൽ വെച്ചിട്ട് ചെയ്താണ്. അത് സുപ്രീം കോടതിയിലും മറ്റേ രാജസ്ഥാൻ ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും കമ്പനിക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നത്. കാരണം കമ്പനിയിൽ കമ്പനിയിൽ നിന്ന് ഇവർ കണ്ടെത്തിയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള നിക്ഷേപത്തിനേക്കാൾ കൂടുതൽ തുക സമാഹരിച്ചു എന്നതാണ് ഒരു വിഷയം പറയുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ നിക്ഷേപകർക്ക് തുക തിരിച്ചു കൊടുത്തിട്ട് കമ്പനിയിൽ നിന്ന് ബാക്കി പൈസ ഇവർക്ക് ഏറ്റെടുത്തപ്പല്ലേ നിക്ഷേപകരെന്ത് മേടിച്ചു. ഏതാണ് ഇവർ ഏറ്റെടുത്തതിന് വേറെ കൊള്ളില്ല. ഇത് ഗവൺമെന്റിന്റെ ചില നിയമ നടപടികൾ ഈ PSCL കമ്പനി സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഒഴിഞ്ഞ ഏതെങ്കിലും കമ്പനിന്റെ പൈസ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. R. രാധാകൃഷ്ണൻ, VK നായർ, PT സുഗുണൻ, V. രമണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹോസ്ദുർഗ് റേഞ്ച് ചെത്ത് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ റേഞ്ച് സമ്മേളനം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് കുന്നുമലിൽ നടന്ന സമ്മേളനം VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് റേഞ്ച് ചെത്ത് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സമ്മേളനം സംഘടിപ്പിച്ചു. മിനിമം വേജ് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുക, ലേബർ കോഡ് പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് കുന്നുമലിൽ നടന്ന സമ്മേളനം CITU ജില്ലാ പ്രസിഡന്റ് VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനം ഉൾപ്പെടെയുള്ള തൊഴിലാളി പക്ഷ പ്രവർത്തനങ്ങൾ നേരിടുന്ന പ്രതിസന്ധി രണ്ടും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായ കരുത്തും ആവേശവും കാണിക്കേണ്ട ഒരു സമയമാണ്. പ്രതിസന്ധി വരുമ്പോഴാണല്ലോ നമുക്ക് അതിജീവിക്കാനുള്ള ഒരു വാശിയും പ്രവണതയും ഉണ്ടാവുക. അതുകൊണ്ട് കൂടുതൽ കരുത്തോടെ, വലിയ ആവേശത്തോടെ, ഉയർന്ന രാഷ്ട്രീയ സംഘടനാ ബോധത്തോടെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ട സന്ദർഭമാണിത്. ചെത്ത് വ്യവസായം ഇപ്പൊ പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിലും പൂർണ്ണമായും അടഞ്ഞു പോകുന്ന ഒരു വ്യവസായമല്ല ഇത്. ഇപ്പൊ ബീഡി മേഖല ഇനി വീണ്ടെടുക്കാൻ കഴിയില്ല. അമ്പാടിയേട്ടനും കുട്ടിയേട്ടനൊക്കെ CITUവിന്റെ നേതാക്കളായി വന്നത് ബീഡി മേഖലയിലൂടെയാണ്. പക്ഷെ ബീഡി മേഖല ഇനി പുനരുജ്ജീവിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ വലിയ സാധ്യതകളില്ല. കാരണം ഇപ്പോൾ ഈ പുകവലിക്കെതിരായിട്ട് നടക്കുന്ന വലിയ പ്രചരണം, അതുകൊണ്ട് പുകവലി ആകെ നിൽക്കുന്നുവെന്നല്ല, പക്ഷെ ബീഡി വലിക്കുന്നത് ഒരു സ്റ്റാറ്റസിന് ചേർന്നതല്ല. വലിക്കുന്നില്ലെങ്കിൽ സിഗരറ്റ് തന്നെ വലിക്കണം. T. കുട്ടിയൻ അധ്യക്ഷത വഹിച്ചു. PK രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായി DV അമ്പാടിയെ പ്രസിഡന്റായും, CT കൃഷ്ണനെയും OJ സജീവനെയും വൈസ് പ്രസിഡന്റുമാരായും, PK രാമചന്ദ്രനെ സെക്രട്ടറിയായും, C. സത്യപാലൻ, KK രവീന്ദ്രനെ ജോയിന്റ് സെക്രട്ടറിമാരായും, PV ചിത്രഭാനുവിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോടികൾ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തി പ്രവർത്തനം തുടങ്ങാത്ത തൃക്കരിപ്പൂർ നടക്കാവിലെ വിവിധോദ്ദേശ സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥയറിഞ്ഞ സന്ദീപ് വാര്യർ MLA നടക്കാവിലെത്തി. മലബാറിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ തൃക്കരിപ്പൂർ ആഗ്മി ക്ലബ് ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം രാത്രി സ്റ്റേഡിയത്തിന്റെ അവസ്ഥ MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് MLA എത്തിയത്. നടക്കാവിലെ സ്റ്റേഡിയത്തിൽ ആഗ്മി ക്ലബ് ഭാരവാഹികളോടൊപ്പമാണ് സന്ദീപ് വാര്യർ MLA സന്ദർശനം നടത്തിയത്. കായിക വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സ്റ്റേഡിയം തുറന്ന് പ്രവർത്തിക്കുന്നതിനാവശ്യമായ നടപടിയും നവീകരണ പ്രവൃത്തിയും വേഗത്തിൽ സ്വീകരിക്കുമെന്ന് MLA ഉറപ്പു നൽകി. തൃക്കരിപ്പൂർ ആഗ്മി ക്ലബ് പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, വൈസ് പ്രസിഡന്റ് വളപട്ടണം റഷീദ്, ജനറൽ സെക്രട്ടറി C. ഷൗക്കത്ത് അലി, ട്രഷറർ C. സത്താർ, കേരള പോലീസ് ടീം മുൻ പരിശീലകൻ P. കുഞ്ഞികൃഷ്ണൻ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം M. സുരേഷ് എന്നിവർ MLAയോടൊപ്പം ഉണ്ടായിരുന്നു.
ആ പ്രസിഡന്റ് ആക്കിയെങ്കിൽ അതിൽ ആരാണ് മെമ്പർ സ്പോർട്സ് കൗൺസിലിൻ്റെ ആളുണ്ട്, സർക്കാർ നിർദ്ദേശിക്കുന്ന ആളുണ്ട്, പിന്നെ ദേശീയ തലത്തിലുള്ള 2 താരങ്ങളുമാണ്. പറഞ്ഞ് പിന്നെ മൊത്തം കോൺഗ്രസിൻ്റെ ടോട്ടൽ പേര് കോടികൾ മുടക്കി പണിത സ്റ്റേഡിയം നടത്തിപ്പിനായി പ്രൊഫഷണൽ മാനേജ്മെന്റിനെ ഏൽപ്പിക്കുക, ബാക്കിയുള്ള പണി ഉടൻ പൂർത്തിയാക്കി പാർക്കിംഗ് സ്ഥലവും പരിസരവും മനോഹരമാക്കുക, രാജീവ് ഗാന്ധി സിന്തറ്റിക് സ്റ്റേഡിയത്തിന്റെ കാലപ്പഴക്കം ചെന്ന സിന്തറ്റിക് ടർഫ് മാറ്റി പ്രകൃതിദത്ത പുൽമൈതാനം അനുവദിക്കുക, ഭാവിയിൽ ടൂർണമെന്റ് നടത്തിപ്പിനുള്ള ഗാലറി പണിയാനുള്ള സ്ഥലം ഒഴിവാക്കി ചുറ്റുവേലി സ്ഥാപിക്കുക, ഏറെ മെയിൻ്റെനൻസ് ആവശ്യമായ നീന്തൽക്കുളം ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും പരിശീലനവും സംസ്ഥാന തലത്തിലുള്ള നീന്തൽ മത്സരവും സംഘടിപ്പിക്കുക, വിവിധോദ്ദേശ സ്റ്റേഡിയം പ്രതിഭകളായ താരങ്ങൾക്ക് പരിശീലകരെ ഏർപ്പെടുത്തി തുടർച്ചയായ പരിശീലനം നടത്തുക എന്നീ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം ആക്മി ഭാരവാഹികൾ MLAക്ക് നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangad. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡ്ഡിംഗ് കൗണ്ടറുകളും. സാരികൾക്കായി വൻ ഓഫറുകൾ. ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ. കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ. സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെൻസ് വെയർ കളക്ഷനുകൾ. കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരിട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. ഉക്കാസ് കുടുംബസംഗമം 15-ന് നടക്കും. പടന്നക്കാട് ബേക്കൽ ക്ലബിൽ നടക്കുന്ന സംഗമം മുതിർന്ന അംഗം M. മൊയ്തു മൗലവി ബാഗവി പുഞ്ചാബി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാഞ്ഞങ്ങാട് കടപ്പുറം ബാവാനഗർ ഉക്കാസ് ഗദീസു ദമ്പതികളുടെ മക്കൾ, പേരമക്കൾ, മരുമക്കൾ തുടങ്ങി കുടുംബത്തിലെ 1000-ഓളം പേരടങ്ങുന്ന ബൃഹത്തായ കുടുംബസംഗമം ഓഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പടന്നക്കാട് ബേക്കൽ ക്ലബിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉക്കാസ് കുടുംബസംഗമം അതിന്റെ സംഘാടക സമിതിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഈ ഉക്കാസ് കുടുംബസംഗമത്തിന്റെ സംഘാടക സമിതി ചെയർമാൻ ഹമീദ് പന്തളം, ജനറൽ കൺവീനർ സയ്യിദ് സലി പുഞ്ചാബി, ട്രഷറർ M. മുഹമ്മദ് കുഞ്ഞി, വൈസ് ചെയർമാൻ
പി കുഞ്ഞത്തുള്ള കല്ലൂരാവി, കൺവീനർ അബ്ദുൾ റസാഖ് സാഹിബ്, 5 പേരടങ്ങുന്ന സംഘാടക സമിതിയാണ് വന്നിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ ഉക്കാസ്, ഖദീസു എന്നിവരുടെ 7 മക്കൾ, അവരുടെ മക്കളും പേരമക്കളും മരുമക്കളടങ്ങിയ 1000-ഓളം വരുന്ന ഒരു കുടുംബ ശൃംഖല, അതിൻ്റെ ഒരു ബൃഹത്തായ 1000-ഓളം വരുന്ന കുടുംബത്തിൻ്റെ ഒരു സംഗമമാണ് ആഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പടന്നക്കാട് ബേക്കൽ ക്ലബിൽ വെച്ച് നടക്കുന്നത്. വിവിധ പരിപാടികളാണ് ഈ കുടുംബ സംഗമത്തോട് അനുബന്ധിച്ചിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷൻ, 10 മണിക്ക് ഇനാഗുറൽ സെഷൻ. അതിൻ്റെ ഇനാഗുറൽ സെഷൻ സംഘാടക സമിതി ചെയർമാൻ ഹമീദ് ബംഗളത്തിൻ്റെ അധ്യക്ഷതയിൽ ഈ കുടുംബത്തെ മുതിർന്ന പോലെ മൊയ്ത് മൗലവി കുഞ്ചാവി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷൻ, 10-ന് സംഘാടക സമിതി ചെയർമാൻ ഹമീദ് ബംഗളത്തിന്റെ അധ്യക്ഷതയിൽ കുടുംബത്തിലെ മുതിർന്ന അംഗം എം മൊയ്തു മൗലവി ബാഗവി പുഞ്ചാവി ഉദ്ഘാടനം നിർവഹിക്കും. അപ്പോൾ നന്മയിൽ നിന്ന് തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പുതിയ തലമുറയെ നന്മയിലേക്ക് നയിക്കുവാൻ ഏറ്റവും ഉതകുന്ന ഒരു രീതി ഈ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ള തത്വമാണ്. ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് തുടക്കത്തിൽ ചെറിയ കുട്ടികൾ പുകവലി തുടങ്ങി അവസാനം MDMAയിൽ എത്തിച്ചേരുന്ന ഈ കാലഘട്ടത്തിൽ ഈ കുടുംബബന്ധത്തിൻ്റെ മഹിമ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്നത്. ആ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ കുടുംബ സംഗമം സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആശയം കിട്ടിയതാണ്. ഓർമ്മച്ചെപ്പ്, ആദരം, അനുമോദനം, കലാവിരുന്ന്, കുടുംബത്തിലെ ഏറ്റവും മുതിർന്നവർ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിക്ക് മധുരം നൽകൽ, മത്സരങ്ങൾ, സമാപനം തുടങ്ങി വിവിധ സെഷനുകളിലായി പരിപാടികൾ നടക്കും. ഉക്കാസ്, ഖദീസു എന്നിവരുടെ മക്കളായ ഖദീജ, ഫാത്തിമ, കുഞ്ഞാമിന, ആസിയ, ഉമ്മാലി, മൊയ്തു, മുഹമ്മദ് എന്നിവരുടെ മക്കൾ, പേരമക്കൾ, മരുമക്കൾ തുടങ്ങിയ അംഗങ്ങളാണ് സംഗമത്തിൽ സംബന്ധിക്കുക. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഹമീദ് മംഗളം, ജനറൽ കൺവീനർ സയ്യിദ് അസ്അദി പുഞ്ചാവി, ട്രഷറർ എം മുഹമ്മദ് കുഞ്ഞി, വൈസ് ചെയർമാൻ പി കുഞ്ഞബ്ദുള്ള കല്ലൂരാവി, കൺവീനർ അബ്ദുൾ റസാഖ് സഅദി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ പരിഷ്കരിച്ച രൂപമായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ നടപ്പിൽ വരുത്താൻ പഞ്ചായത്തുകൾ തയ്യാറാകണമെന്ന ആവശ്യം BMS മടിക്കൈ മേഖലാ സമ്മേളനം നടന്നു. തൊഴിലുറപ്പ് പദ്ധതിയുടെ പരിഷ്കരിച്ച രൂപമായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ നടപ്പിൽ വരുത്താൻ പഞ്ചായത്തുകൾ തയ്യാറാകണമെന്നും വർഷം പകുതി പിന്നിട്ടിട്ടും തൊഴിൽ ആരംഭിക്കാത്തത് വലിയ പ്രയാസങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്നും വർദ്ധിപ്പിച്ച 125 തൊഴിൽ ദിന ആനുകൂല്യവും കൂലിവർദ്ധന വഴിയുള്ള ആനുകൂല്യവും ഇതുമൂലം തൊഴിലാളിക്ക് ലഭിക്കാതെ പോകുന്നുവെന്നും അടിയന്തരമായി ത്രിതല പഞ്ചായത്തുകൾ പദ്ധതി നടപ്പിലാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും BMS മടിക്കൈ മേഖലാ സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. കോട്ടപ്പാറയിൽ നടന്ന സമ്മേളനം BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾക്ക് വേണ്ടി സമർപ്പിക്കാൻ കൊടുത്തു. അതിനുശേഷമാണ് സേവാനിധി എന്നുള്ള ഒരു കാര്യക്രമം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. ഭാരതീയ മസ്ദൂർ സംഘം വെറും ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമല്ല, ഇതൊരു സമാജ സേവയുള്ള പ്രസ്ഥാനമാണ് എന്നുള്ള വലിയ കാഴ്ചപ്പാടുള്ള ഒരു പ്രവർത്തകൻ. ആ കാഴ്ചപ്പാടാണ് ഇന്ന് കേരളത്തിലെ ഭാരതീയ മസ്ദൂർ സംഘത്തിന് ഇന്ന് ഈ രീതിയിലുള്ള അംഗീകാരം കിട്ടിയത്. അതുപോലെ പ്രവർത്തകന്മാരെ ചേർത്ത് പിടിക്കാനും എടുത്ത തീരുമാനങ്ങൾ ഇനി ഏത് സംഘടനാ പ്രവർത്തനത്തിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അതിശീഘ്രാന്തം എതിർക്കുകയും അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ്. റിപ്പോർട്ടുകളൊന്നും കള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിക്കില്ല, കളവ് പറയാൻ സാധിക്കില്ല. മേഖലാ പ്രസിഡന്റ് രാമചന്ദ്രൻ വാഴക്കോട് അധ്യക്ഷത വഹിച്ചു. BMS സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന KG അജിത് കുമാറിനെ അനുസ്മരിച്ച് KST എംപ്ലോയീസ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജയകുമാർ നെല്ലിത്തറ പ്രഭാഷണം നടത്തി. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് അംഗം K ശോഭന, കോടമ്പേളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജിത്ത് പർക്ലായി, A വേലായുധൻ, സുലോചന കോട്ടപ്പാറ എന്നിവർ സംസാരിച്ചു. പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി K തമ്പാനും വരവ് ചെലവ് കണക്ക് ട്രഷറർ N നാരായണനും പ്രമേയം ലീലാകാനത്തിലും അവതരിപ്പിച്ചു. പ്രഭാഷണവും ഭാരവാഹി പ്രഖ്യാപനവും ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺ റോഡ് നിർവഹിച്ചു.
സെക്രട്ടറി കെ തമ്പാൻ സ്വാഗതവും രാമചന്ദ്രൻ തട്ടുമ്മൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ട്രെയിനിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. പോലീസിന്റെ സംയോജിതമായ ഇടപെടലിൽ പ്രതി പിടിയിൽ. നീലേശ്വരം ബംഗളം സ്വദേശി PV രതീഷാണ് അറസ്റ്റിലായത്. പ്രതിശ്രുത വധുവിന് പിന്നാലെ വരനും ജീവനൊടുക്കിയ സംഭവം നാടിന് നൊമ്പരമായി. കാസർഗോഡ് സ്വദേശിനിയായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കർണാടകയിലെ ജീവനക്കാരിയും കണ്ണൂർ സ്വദേശിയായ യുവാവുമാണ് ജീവനൊടുക്കിയത്. തലപ്പാടിയിൽ മത്സ്യ മാർക്കറ്റിൽ വൻ കവർച്ച. ഫ്രീസറുകൾ തല്ലി തകർത്ത് 1,30,000 രൂപയുടെ മത്സ്യങ്ങളും 5,000 രൂപയും 4 കത്തികളും കവർന്നു. കാസർഗോഡ് നെല്ലിക്കുന്നിൽ സ്കൂൾ ബസ് കുഴിയിലേക്ക് മറിഞ്ഞ് ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ബസ്സിലുണ്ടായിരുന്ന കുട്ടികൾക്ക് ആർക്കും പരിക്കില്ല. വൊർക്കാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വൊർക്കാടി പാവൂർ പൊയ്യ പ്രദേശത്ത് കാട്ടുപന്നികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഈ പ്രദേശത്ത് 10ഓളം കാട്ടുപന്നികളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം മുൻ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാനതല കബഡി മത്സരം 16-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.